ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് മുട്ട ചേർക്കാത്ത നല്ല മയമുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലോട്ട് 1/2 കപ്പ് തൈര് ഒഴിക്കാം. തണുപ്പില്ലാത്ത തൈര് എടുക്കണേ. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അപ്പത്തിനൊക്കെ ചേർക്കുന്ന സോഡാപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ആ തൈരും സോഡാപ്പൊടിയും കൂടെ മിക്സ് ആകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞു വരും. ഇതുപോലെ ഇത് അസിഡിക് ആയതുകൊണ്ടാണ് കേട്ടോ തൈര്. ഇതുപോലെ അസിഡിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ മൈദയിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതായത് 1/2 കിലോ മൈദ. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഇനി 2 ടീസ്പൂൺ തന്നെ പഞ്ചസാരയും കൂടി ചേർക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ പൊറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റും പിന്നെ ഒരു ചെറിയ ബ്രൗൺ കളറും കിട്ടും. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കുന്നതും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, അത് ഒഴിവാക്കണ്ട. പിന്നെ നമ്മൾ ആദ്യം എടുത്തു വെച്ച തൈരുണ്ടല്ലോ, അത് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ആദ്യം കൈവച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. സാധാ വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമല്ല. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി. പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന മൈദയ്ക്ക് അനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം വരാം. ഞാൻ എത്ര ചേർത്തു എന്നുള്ളത് അവസാനം പറയാം കേട്ടോ. പിന്നെ മാവ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ചും കൂടി ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണിത്. ഈ ഒരു പരുവത്തിൽ കുഴച്ച് വയ്ക്കാം. ഇതിനകത്ത് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൈദയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ വെള്ളം വേണ്ടി വരും. അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി. ഇനി ഇത് ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കൗണ്ടർ ടോപ്പിൽ ഞാൻ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവ് എടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. പൊറോട്ട ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഈ മാവ് കുഴയ്ക്കുന്നത്. എത്രത്തോളം നന്നായിട്ട് മാവ് കുഴച്ചെടുക്കുന്നോ പൊറോട്ട അത്രയും നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒരു കൈ വെച്ച് ഇങ്ങനെ തേച്ചിങ്ങനെ വലിച്ച് എടുക്കുന്ന രീതിയിൽ കുഴയ്ക്കുക. ഒരു 10 മിനിറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ മൈദയാവുമ്പം കുറച്ച് നേരം നമ്മളിങ്ങനെ കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊക്കെ ഒട്ടുന്നതായിട്ട് തോന്നും. അപ്പോൾ കുറച്ചും കൂടി മൈദ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തൂക്കി കൊടുത്താൽ മതി. ഒരുപാടാവരുത്, ഒരു 1/2 ടീസ്പൂണൊക്കെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുക. ഒരു 10 മിനിറ്റോളം കുഴയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം മാവ് ഞാൻ 10 മിനിറ്റ് കുഴച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ മിക്സ് ചെയ്തെടുത്ത മാവ് പോലെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവാണ്. ഇതുപോലെയാണ് വേണ്ട. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മാവ്. അപ്പോൾ അത് താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരല്പം എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് വെച്ചു. മാവിൻ്റെ മുകളിലും ഒരല്പം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തു. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. മുകളിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് ഈ മാവ് ഒന്ന് മാറ്റി വെക്കാം. കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമില്ല, പക്ഷേ മിനിമം 1 മണിക്കൂർ വെക്കണം. എപ്പോഴാണ് പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് അടച്ച് മാറ്റി വയ്ക്കാം. ഇത് 1 മണിക്കൂർ മുന്നേ ഞാൻ റെഡിയാക്കി വെച്ച മാവാണ്. നന്നായിട്ട് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് പരുവാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം. പൊറോട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് ഉള്ള ഉരുളകൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ എടുക്കുക. ഞാൻ ഇതിനകത്തുനിന്ന് 13 പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള പൊറോട്ട ആണെങ്കിൽ ഇതുപോലെ 13 എണ്ണം കിട്ടും കേട്ടോ. എന്നിട്ട് ഇനി ഒരു 10 മിനിറ്റും കൂടി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് മുന്നേ വീണ്ടും ആ ബോളിൻ്റെ മുകളിൽ ഒരല്പം കൂടി എണ്ണ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക. എണ്ണ തേക്കുന്നത് ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. പിന്നെ ഒരു ബൗളിൽ ഞാൻ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊറോട്ട പരത്തുന്ന സമയത്തും പിന്നെ ലാസ്റ്റ് ചുട്ടെടുക്കുമ്പോൾ ലാസ്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഡാൽഡ വേണമെങ്കിലും എടുക്കാം. ഡാൽഡ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ഓരോ ഉരുളയും എടുത്തിട്ട് പരത്തിയെടുക്കണം. വീശാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്കത് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ കൈ വെച്ച് ഈ ഓരോ ഉരുളയും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൗണ്ടർ ടോപ്പിൽ ഞാൻ ഒരല്പം എണ്ണ ഒന്ന് തേച്ചിട്ടുണ്ട്, അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. വളരെ കുറച്ച് മതി. എന്നിട്ട് ആദ്യം കൈ വെച്ച് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ഒരു ചപ്പാത്തി പോലെ എടുത്തിട്ട് ഇതുപോലെ
പരത്തി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ വലിഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു മാവാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ പരത്താൻ പറ്റും. എത്രത്തോളം കനം കുറച്ച് പരത്താവോ അത്രയും നല്ലത് കേട്ടോ. ഇതുപോലെ നമുക്ക് താഴത്തെ ആ കൗണ്ടർ ടോപ്പ് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും കനം കുറച്ചാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിന്റെ മേളിൽ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കുക. വളരെ കുറച്ച് മതി കേട്ടോ. ആ എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതാണ്. പിന്നെ കുറച്ച് മൈദയും കൂടി ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ ലെയർ എടുക്കുന്ന സമയത്ത് അത് തമ്മിൽ ഒട്ടിപ്പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണയും മൈദയും ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ മുകളിലോട്ട് വലിച്ചെടുക്കുക. ഇതിനൊരു ഷേപ്പ് ഒന്നും വേണമെന്നൊന്നുമില്ല. നമ്മൾ വലിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ സൈഡൊക്കെ പൊട്ടുകയൊക്കെ ചെയ്യും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ എടുത്താൽ മതി. എടുക്കുമ്പം അതിന് നീളം കുറവായിരിക്കും. അപ്പോൾ അത് പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. തട്ടുമ്പോൾ അതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒത്തിരി ഇങ്ങനെ അമർത്തി പിടിക്കരുത്. ലെയറുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചു പോകാതിരിക്കാൻ നോക്കണം. വളരെ പതുക്കെ പിടിച്ച് ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ ഇങ്ങനെ നല്ല നീളത്തിന് വരും. എന്നിട്ട് അതിങ്ങനെ ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. കണ്ടോ? വളരെ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എല്ലാം ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അധിക സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒരു അല്പം എണ്ണയൊന്ന് തേച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഓരോ തവണയും മുകളിൽ കുറച്ച് എണ്ണയെങ്കിലും ഒന്ന് തേച്ച് വെച്ചില്ലെങ്കിൽ ഇത് ഇരുന്ന് ഡ്രൈ ആയി പോകും. അവസാനം പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആ ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. മുകളിലൊക്കെ കുറച്ചൊന്ന് കട്ടിയായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. എപ്പോഴും എണ്ണ തേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് എടുത്ത് പരത്തിയെടുക്കാം. ഒന്നുകിൽ കൈവച്ച് തന്നെ പരത്താം, അല്ലെങ്കിൽ ആദ്യം ചെറുതായിട്ട് കൈവച്ച് പരത്തിയിട്ട് പിന്നെ ഒരു ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്താൽ മതി. പരത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വളരെ പതുക്കെ ചെയ്യുക. ഒരുപാട് താഴോട്ട് അമർത്തണ്ട. കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഒത്തിരി അമർത്തി ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഉരുട്ടുമ്പോൾ തന്നെ അത് ആവശ്യത്തിന് പരന്ന് വന്നോളും. ഒരുപാട് കട്ടി കുറച്ച് പരത്താതിരിക്കാനും ശ്രദ്ധിക്കണം. ഓരോന്നും പരത്തി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് സൈഡും ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ വരുമ്പോൾ ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയം ഇട്ട് കുക്ക് ചെയ്യാതിരിക്കാനായിട്ട് നോക്കണം. അങ്ങനെ ചെയ്താലും പൊറോട്ട കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചുട്ടെടുത്താൽ മതി. ലാസ്റ്റ് എടുക്കുന്നതിന് മുന്നേ രണ്ട് സൈഡിലും നമ്മൾ എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതൊന്ന് തേച്ച് കൊടുക്കണം. കാരണം ലാസ്റ്റ് നമ്മൾ പൊറോട്ട അടിച്ചെടുക്കുന്ന സമയത്ത് മുകളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒത്തിരി കട്ടിയായിട്ടിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം. ഒരു 4-5 എണ്ണം റെഡിയായി കഴിയുമ്പോൾ ആ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ലെയറൊക്കെ വിട്ട് ഇതുപോലെ ആയി വരും. നല്ല മയമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. ഏതെങ്കിലും നോൺ വെജ് കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമയൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.